فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാപ്പ് ചെയ്യുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായ ശിഫാ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സകലമാന മാനസികമായ ശാരീരികമായ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ അള്ളാഹു ഈ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പൂർണ്ണമായ നിലയിൽ ശിഫാ നൽകി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ അള്ളാഹു അവർക്ക് പരിപൂർണമായി മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അള്ളാഹു അവരുടെ ഖബർ സന്തോഷം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നമ്മുടെ മഹല്ലുകളിൽ ഉറങ്ങുന്നവർ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാം ആ ബർസഖിൻ്റെ ജീവിതത്തിൽ ആനന്ദവും ആഹ്ലാദവും സൗഭാഗ്യവും നൽകി അള്ളാഹു ആദരിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണത്തിലൂടെ നമുക്ക് നൽകിയ ഉപദേശങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത്. സ്ത്രീകളോട് പാലിക്കേണ്ട മര്യാദകളും സ്ത്രീകളോടുള്ള കടമകളും കടപ്പാടുകളും ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകളും കടപ്പാടുകളും ഒക്കെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂല് ഒന്നുകൂടെ ഊന്നി പറഞ്ഞു, അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല. വലാ ഉമ്മത ബഅദക്കും, നിങ്ങളാണ് അവസാനത്തെ വിഭാഗം, അവസാനത്തെ സമുദായം നിങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ശേഷം ഒരു സമുദായം ഇനി വരാനുമില്ല. അതുകൊണ്ട് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ എല്ലാവരും ആരാധിക്കണം. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവിൻ. വസല്ലു ഖംസക്കും, 5 നേരം കൃത്യമായി നമസ്കാരം നിലനിർത്തുവിൻ. വസൂമു ഷഹ്റക്കും, നിങ്ങൾ റമളാനിൽ നോമ്പെടുക്കുവിൻ. വഅദ്ദു സകാത അംവാലിക്കും തീബതം ബിഹാ അൻഫുസുക്കും, നിങ്ങളുടെ സാമ്പത്തികമായ അള്ളാഹുവിനോടുള്ള ബാധ്യത, ഹക്ക് എന്ന നിലയിൽ ആ സക്കാത്തിൻ്റെ ഓഹരി മനസ്സ് തൃപ്തിയോടുകൂടി നിങ്ങൾ അത് കൊടുത്തു വീടുക. വതഹജ്ജു ബൈത റബ്ബിക്കും, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പോയി നിങ്ങൾ ഹജ്ജ് ചെയ്യുക. തദ്ഖുലു വഅതീഉ ഉലാത അംരിക്കും, നിങ്ങളുടെ നേതാക്കന്മാരെ, ഉമറാക്കളെ, ഉലമാക്കളെ നിങ്ങൾ അനുസരിക്കുവിൻ. തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങൾ ഇത്രയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനമുണ്ടാകും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ ഉപദേശം പരിശുദ്ധമായ ദുൽഹജ്ജിൻ്റെ 9-ന്റെ അന്ന് അറഫയിൽ വെച്ച് ഹജ്ജത്തുൽ വിദാഇൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ 1,40,40,000-ഓളം 44,000-ഓളം സഹാബാക്കളുടെ മുന്നിൽ വെച്ച് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് നൽകിയ പ്രഭാഷണമാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർ ഇതെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വീണ്ടും വീണ്ടും ആവർത്തിച്ചാണ് ചില വിഷയങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും ഉപദേശിക്കുന്നത്. അലാ ഫൽയുബല്ലിഗ്
അശ്ശാഹിദു അൽ ഗായിബ. നിങ്ങൾ കേട്ടല്ലോ, നിങ്ങളെല്ലാവരും കേട്ടല്ലോ. വഅൻതും തുസ്അലൂന അന്നി, ഇതിനെക്കുറിച്ചൊക്കെ നാളെ ചോദ്യം ഉണ്ടാകും. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, ഉപദേശിച്ചിട്ടില്ല എന്നൊന്നും നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് പറയാൻ ഒരു അവകാശവും ഒരു വഴിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അലാഹൽ ബല്ലഗത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ചോദിക്കും, അലാഹൽ ബല്ലഗത, അലാഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങളെ എത്തിച്ചു തന്നില്ലേ, നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയില്ലേ? ഹൽ ബല്ലഗത, നിങ്ങൾക്ക് കിട്ടിയോ ഞാൻ പറഞ്ഞത്? ഖാലു നഅം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, കിട്ടി യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് മനസ്സിലായി, കേട്ടു നബിയെ. അതാണ് നമ്മളും ഇവിടുത്തെ ഓരോ പ്രഭാഷണങ്ങൾ, ഈ ദുനിയാവിൽ എവിടെയെല്ലാം ഉലമാക്കൾ, ഉമറാക്കൾ ദീനിന്റെ ദഅവത്ത് പ്രഭാഷണങ്ങൾ നമുക്ക് നടത്തുന്നു, നിങ്ങൾ വെറും നോക്കുകുത്തികളെ പോലെ വന്നിരിക്കുന്നവരാകരുത്, അല്ല. അതാണ് എൻ്റെ അർത്ഥം. ഈ പറയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളാണ്. ഞാനൊരു മുസ്ലിമാണെങ്കിൽ എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ഹക്കാണ് ഈ റസൂലുള്ളാഹിയും അള്ളാഹുവും പറയുന്നത് ഏറ്റെടുക്കുക എന്നുള്ളത്. ഓരോരുത്തരുടെ ബാധ്യതയാണ്. കുല്ലുക്കും മസ്ഊൽ, നാളെ ഇവരോട് ചോദ്യം ഉണ്ടാകും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ജുമുഅക്കൊക്കെ പോയിരുന്ന് കേട്ടില്ലേ പ്രസംഗം? വഅലിന്റെ സദസ്സുകളിൽ പോയിരുന്ന് പ്രഭാഷണം കേട്ടില്ലേ? എത്രയോ പണ്ഡിതന്മാരുടെ സദസ്സിൽ പോയിരുന്നില്ലേ? ഏത് വിഭാഗങ്ങളാകട്ടെ, ഏത് ഗ്രൂപ്പുകളാകട്ടെ, എല്ലാ ഗ്രൂപ്പുകാരും ചർച്ച ചെയ്യുന്നത് ദീനിനെ കുറിച്ചാണ്, അള്ളാഹുവിനെ കുറിച്ചാണ്. ചെറിയ ചെറിയ വിഷയങ്ങളിൽ അവർക്കൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മരണത്തിന്റെ വിഷയത്തിലോ ആഖിറത്തിന്റെ വിഷയത്തിലോ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിഷയത്തിലോ നാളെ പരലോകത്ത് വിചാരണയുടെ വിഷയത്തിലോ ഹിസാബ്, ജന്നത്ത്, നാറ്, മീസാൻ, ഹൗള്, ഈ വിഷയത്തിലൊന്നും ഒരു വിഭാഗത്തിനും ഒരു ഗ്രൂപ്പിനും തർക്കമില്ല. ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം എല്ലാവരും ഒരേ വേദികളിൽ പ്രഭാഷണം നടത്തുന്നവരാണ്. അപ്പൊ അതിൻ്റെതായ വക്താക്കൾ, അവരുടേതായ അനുയായികൾ അതിരുന്ന് പൂർണ്ണമായി കേൾക്കുന്നവരാണ്. അപ്പൊ ഈ കേൾക്കുന്ന വ്യക്തികളോട് നാളെ അല്ലാഹ് ചോദിക്കും, നിങ്ങൾ ഇതെല്ലാം കേട്ടതല്ലേ? അതെ, കേട്ടു അല്ലാഹ്. അവിടെ കളവ് പറയാൻ പറ്റൂല. നിങ്ങൾ വിചാരിക്കും ഇവിടെ കുത്തിയിരുന്ന് ഉറങ്ങാണ്, ഈ അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം ഇവിടെ വന്നിരുന്ന് വാദം കേട്ടിരുന്ന് ഉറങ്ങാണ്, ഇത് കല്ലി വല്ലി, ഇതൊന്നും പ്രശ്നമില്ല എന്ന് ഇപ്പൊ ധരിച്ചോളി, മാഫി മുഷ്കിൽ, ഒരു പ്രശ്നമില്ല. ഇൻഷാ അല്ലാഹ് നാളെ അള്ളാന്റെ കോടതിയിൽ എത്തുമ്പോൾ ആ പറഞ്ഞത് അല്ലാഹ് എടുത്തിടും. ഇപ്പൊ നമ്മൾ CD ഇട്ട് കാണുന്നത് പോലെ ഈ പറഞ്ഞത് അവൻ പറഞ്ഞിട്ടുണ്ടോ, ഈ പ്രബോധകൻ പറഞ്ഞിട്ടുണ്ടോ, ഈ പ്രഘോഷകൻ പറഞ്ഞിട്ടുണ്ടോ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ, ഇത് നിങ്ങൾ കേട്ടതല്ലേ? അതേ അല്ലാഹ്. ഖാലു നഅം ബലാ യാ റസൂലല്ലാഹ്. സഹാബത്തിനോട് എല്ലാവരും അള്ളാന്റെ റസൂല് ചോദിച്ചു, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? സഹാബത്ത് പറഞ്ഞു, അതെ അല്ലാഹ്, അതെ അള്ളാന്റെ റസൂലെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്നിവിടെ വന്നവർ, നിങ്ങൾ എൻ്റെ പ്രഭാഷണം കേട്ടവർ, കേൾക്കാത്ത വിദൂരങ്ങളിലുള്ളവരിലേക്ക് ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ദഅവത്തിന് വേണ്ടി യാത്ര തിരിച്ചത്. 1,24,000-ഓളം വരുന്ന സഹാബത്തുകൾ ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ട സഹാബാക്കളിൽ കേവലം 10,000-ൽ ചെല്ലുവാനോ സഹാബത്ത് മാത്രമാണ് ഇന്ന് ആ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബാക്കിയെല്ലാം എവിടെ പോയി? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരെ ദീനുമായി ഈ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ദൗത്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹിൻ്റെ റസൂല് അവരെ പറഞ്ഞു വിട്ടു. ആ ഭാഗങ്ങളിൽ അവർ പോയി ദഅവത്ത് ചെയ്ത് അവിടെ അവർ ഷഹീദാക്കപ്പെടുകയോ വഫാത്താവുകയോ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞത്, നിങ്ങൾ എത്തിച്ചു കൊടുക്കണം കേട്ടോ, എത്തിച്ചു കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ, ആ കേൾക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരെക്കാൾ ഗുണമുണ്ടായേക്കാം. ഫറുബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരുപക്ഷെ ഇത് ഉൾക്കൊള്ളണമെന്നില്ല, എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യണമെന്നില്ല, ഉൾക്കൊള്ളാത്തതല്ല, ഉൾക്കൊള്ളും, അമൽ ചെയ്യണമെന്നില്ല. ഈ കേൾക്കുന്നവർ അമൽ ചെയ്യാൻ അത് കാരണമായേക്കാം. അതാണ് എൻ്റെ അർത്ഥം. നമ്മളിത് പറഞ്ഞു കൊടുക്കും, ഇത് റസൂലുള്ളാഹി നിങ്ങൾ കേട്ടതാണ്, ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കേട്ടവർ, ഈ കേൾക്കപ്പെട്ടവർ അവരെന്ത് ചെയ്യും? ഇവരെല്ലാം അമൽ ചെയ്യുന്നവരായി തീരും. അതുകൊണ്ട് പറയുന്നവരെക്കാൾ കൂടുതൽ അമൽ ചെയ്യുന്നത് കേൾക്കുന്നവരായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിൻ്റെ ആശയം.
അപ്പൊ ഈ വാദന് ഈ നസീഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു 40 മിനിറ്റ് മുമ്പ് ഈ ജുമാക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ ഈ വാത് കേൾക്കാതെ പെട്ടെന്ന് പോയി 5 മിനിറ്റ് കൊണ്ട് ജുമാ നിസ്കരിച്ച് തടിസലാമത്താക്കിയിട്ട് മരിച്ചു പോകാൻ നിങ്ങൾ ധരിക്കുമ്പം അല്ല വിഡ്ഢിയൊന്നുമല്ല, അല്ല മണ്ടനൊന്നുമല്ല. കാരണം ഈ ഇൽമ അല്ലെങ്കിൽ വേറെ പോയി ഇൽമ പഠിക്കണം. അല്ല ഇവിടെ വന്ന് ഇൽമ പഠിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. എവിടെങ്കിലും ഇൽമ പഠിക്കണം. ഈ ഇൽമ പഠിക്കാതെ 24 മണിക്കൂറും ദുനിയാവിൻ്റെ പിറകെ ഓടി ഓടി നടന്ന് കച്ചവടം ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ഈ ആചാരം ഒന്ന് പൂർത്തിയാക്കാം. എവിടെയാണോ എളുപ്പം നിസ്കരിക്കാൻ പറ്റിയത്, പെട്ടെന്ന് ജുമാ തീരുന്ന എവിടെയാണ്, അങ്ങോട്ട് കയറുക, ജുമാ കഴിയുക, തിരിച്ചു വരിക, വീണ്ടും കച്ചവടത്തിലേക്ക് പോവുക. അള്ളാഹിനെ കുറിച്ച് കേൾക്കാനോ റസൂലിനെ കുറിച്ച് കേൾക്കാനോ മരിച്ചു പോയിട്ട് ആഖിറത്തിൽ എനിക്കുള്ള വിഹിതം എന്താണെന്ന് മനസ്സിലാക്കാനോ അവനതിന് സമയം കണ്ടെത്താൻ തയ്യാറായില്ല. അപ്പൊ ആരാ കുറ്റവാളി? ആലിമീങ്ങളെ പിടിക്കൂല. മിമ്പർ മെഹ്റാബ് അള്ളാന്റെ മുന്നിൽ നാളെ ഇത് കൊണ്ട് ഉയർത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും, അയാൾ നിനക്ക് പറഞ്ഞു തന്നതല്ലേ, നീ അവിടെ ഇരുന്ന് കേട്ടതല്ലേ, അല്ലെങ്കിൽ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് നീ വരാതെ ഒഴിഞ്ഞു മാറിയതല്ലേ എന്ന് നാളെ ചോദ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മറുപടി കണ്ടെത്തണം. നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, അല്ലാ ഞാനിതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പടച്ചവനെ. നമ്മൾ കൈ തനിസലാമത്തായി നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ അമൽ ചെയ്തു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ജനങ്ങളോട് പറഞ്ഞ വാക്കാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നല്ലോ. അതെ തന്നു അള്ളാന്റെ റസൂലെ, അതെ തന്നു അള്ളാന്റെ റസൂലെ. അതുകൊണ്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത്ര എത്തിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഗ്ര പ്രഭാഷണം നടത്തി താഴേക്ക് ഇറങ്ങി, മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. വലമ്മ നസല മിനൽ മിമ്പർ, റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോ അപ്പോഴാണ് നസല അലൈഹി ആയത്തുൻ, ഒരു ആയത്ത് അല്ലാഹുവിന്റെ റസൂലുമേൽ ഇറങ്ങി. അവസാനത്തെ ആയത്ത് ഖുർആനിൽ അവസാനത്തെ ആയത്ത് ഇറങ്ങി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ആയത്ത് അവസാനമായി ഇറങ്ങുകയാണ്. ഈ ആയത്ത് അവസാനമായി ഇറങ്ങിയ ആയത്ത് ഇതാണ്. അവസാനമായി ഇറങ്ങിയ സൂറത്തുൻ നസ്ർ. അത് അയ്യാമു തശ്രീഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനായിൽ താമസിക്കുമ്പം ആ അയ്യാമു ഔസത്തു അയ്യാമി തശ്രീഖ്, ആ അയ്യാമു തശ്രീഖിന്റെ ദിവസത്തിൽ ഇറങ്ങിയതാണ് അവസാനത്തെ സൂറത്ത്. ഇത് അവസാനത്തെ ആയത്ത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഒരു സാമാന്യം ബുദ്ധിയുള്ള ഒരു മുസ്ലിമിന് ഈ ഒരൊറ്റ ആയത്ത് മതി. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മതവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സംസ്കാരവും ഇസ്ലാമാന്നുള്ളത്. അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ, ഒരു മുസ്ലിമിന് ഇത് മതിയാവും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഏതാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദീൻ? ഇസ്ലാം. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ വാക്ക്. ഏതാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മതം? ഇസ്ലാം. ഏതാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സംസ്കാരം? ഇസ്ലാം. ഏതാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആദർശം? ഇസ്ലാം. ഈ ഇസ്ലാമിക ആദർശത്തെയും സംസ്കാരത്തെയും അംഗീകരിക്കുന്നവർ അതിനെ ഊന്നൽ നൽകണം. അതാണ് അല്ലാഹു തആല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഇത് റസൂലുള്ളാഹിയുടെ മേൽ ഇറങ്ങിയതാണ്, നമുക്കെന്ത് തോന്നിയാസം കാണിക്കാന്നല്ല അതിന്റെ അർത്ഥം. ദീനിന്റെ വിഷയത്തിൽ കൂടുതലോ കുറച്ചലോ ഏറ്റക്കുറച്ചലുകളോ ഒന്നുമില്ലാതെ പരിപൂർണമായി അള്ളാഹു റസൂലുള്ളാഹിന്റെ മേൽ തൃപ്തിപ്പെട്ടു. 23 വർഷ കാലയളവിൽ റസൂലുള്ളാഹി തങ്ങളുടെ പ്രവർത്തനം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അള്ളാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്, നബിയെ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, ഈ ആദർശത്തെ ഞാൻ അംഗീകരിച്ചു, ഇനി ഒരു ആദർശം വേറെ ഇനി വരാനില്ല, ഇനി ഒരു സമുദായവും വരാനില്ല, അതുകൊണ്ട് ഇതിൽ മുറുകെ പിടിച്ചോ. മനസ്സിലായില്ല? റളീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാങ്ക് വിളിച്ചതിന് ശേഷം പറയണം, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വ റസൂല. ബാങ്ക് വിളിച്ച് ദുആ ചെയ്തതിന് ശേഷം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിലായ? ചെറിയ കാര്യമില്ല. എന്താണെന്നറിയാം? റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, നമ്മുടെ ആദർശം ദീനുൽ ഇസ്ലാമാണ്. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വ റസൂല, ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങളുടെ ദൂതൻ ആദരവായ റസൂലുള്ളാഹി തങ്ങളാണ്, അതിൽ ഞങ്ങൾ തൃപ്തിപ്പെടുന്നു. അല്ലാഹ്
അപ്പൊ അള്ളാഹുവിന്റെ ദീനിൽ തൃപ്തിപ്പെടുന്നവർ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുള്ള നിലപാടാണ് എടുക്കേണ്ടത്. അതാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ദീനിന് എതിരായ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യരുത്. അതല്ലേ ഈ റളീതു ബിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇപ്പൊ തലയിൽ തുണിയിടരുത് എന്ന് ഒരു ചേച്ചി പറഞ്ഞാല്, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ പറഞ്ഞാല്, ഇസ്ലാമിക തന്ത, ഇസ്ലാമിക വാപ്പ, മുസ്ലിമായ വാപ്പ പറയേണ്ടത് ഞങ്ങളുടെ ആദർശം ഇതാണ്, നിങ്ങളുടെ ആദർശം അതായത് കൊണ്ട് നിങ്ങൾ തലയിൽ തുണിയിട്ടിട്ട് നിങ്ങൾ നിൽക്കുന്ന. യേശു ക്രിസ്തു പറഞ്ഞു തലയിൽ തുണിയിടാതെ ആരാധിച്ച പെണ്ണുങ്ങളാകട്ടെ തല മുണ്ടനം ചെയ്യട്ടെ എന്ന്. അത് യേശു ക്രിസ്തുവിന്റെ വാക്കിനെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും വാക്കുകൾ ഞങ്ങൾ കേൾക്കുന്നു. റളീതു ബിൽ ഇസ്ലാമി ദീന. ഞങ്ങൾ ക്രിസ്ത്യാനിയല്ല, ഞങ്ങൾ യഹൂദികളല്ല, ഞങ്ങൾ മുശ്രിക്കീങ്ങളല്ല, ഞങ്ങൾ അഗ്നി ആരാധകരല്ല, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, പ്യുവർ മുസ്ലിമാണ്. ഇന്നനി അന മിനൽ മുസ്ലിമീൻ റളീതു ബിൽ ഇസ്ലാമി ദീന. ഞാൻ മുസ്ലിമാണ്, എൻ്റെ മക്കളും മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാമിലൊരു ആദർശമുണ്ട്. അത് ആർക്കും ശല്യമുള്ള ആദർശമല്ല. ഒരാളുടെ ഔറത്ത് മറയ്ക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സംസ്കാരമാണല്ലോ. ആ സ്ത്രീകളുടെ ഔറത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം. അതുകൊണ്ട് അത് മറയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, ആർക്കും ഒരു നഷ്ടമില്ല. ഞങ്ങളുടെ ആദർശം അതാണ്. ഞങ്ങൾ പഠിക്കുന്നതിനോ സ്കൂളിൽ വരുന്നതിനോ കോളേജിൽ വരുന്നതിനോ ഒന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ ഞങ്ങളുടെ ആദർശം അതാണ്. ഞങ്ങൾ അള്ളാഹുവിൽ അവൻ്റെ റസൂലിനെ വിശ്വസിക്കുന്നവരാണ്. അതിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് ആ വഴിയിലൂടെ ഞങ്ങളുടെ മക്കളെ സഞ്ചരിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇത് 120 മുസ്ലിം കുട്ടികൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ 2 വാപ്പാടെ വായിൽ നിന്ന് ഇത് വരുള്ളൂ. ബാക്കി 118 വാപ്പാമാരും പറയും എനിക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ട് പഠിപ്പിരുടെ, ഇങ്ങനെയൊക്കെ തന്നെയാ, ഇല്ലെങ്കിൽ നിന്റെ പാട്ടിന് കൂടെ എന്ന് പറയും. ഇവൻ റസൂലുള്ളായോ അള്ളായോ തൃപ്തിപ്പെട്ടവനല്ല. അത് ചിന്തിച്ചോ. പോയിന്റ് അതാണ്. ഈ 100 വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട മക്കൾ അവിടെ പഠിക്കുന്നുണ്ടാകും. ചിലപ്പോൾ മോഡേണിസ്റ്റുകളായിട്ടായിരിക്കും അവിടെ വരിക. അവരുടെ തന്തയ്ക്ക് പ്രശ്നമില്ല, അവൻ്റെ തള്ളയ്ക്കും പ്രശ്നമില്ല, അവർക്കൊന്നും പ്രശ്നമില്ല. ഈ മോൾ എങ്ങനെ നടക്കട്ടെ, മോൻ എങ്ങനെ നടക്കട്ടെ, പഠിച്ചാൽ മതി. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഈ വാപ്പാക്കും ഉമ്മാക്കും മക്കളെ കൊണ്ട് ഗുണമുണ്ടാവില്ല. അത് പഠിപ്പിച്ചിരുന്നു ഇസ്ലാം. പിന്നെ എന്തിനാ റളീതു ബില്ലാഹി ദീന വബിൽ ഇസ്ലാമി റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന എന്നൊക്കെ നമ്മൾ എന്തിനു പിന്നെ വെറുതെ വാ കൊണ്ട് പറയണം? എന്തിനാണ് ഈ ഇങ്ങനെയുള്ള വാപ്പാമാരുടെ ഈ മക്കളുടെ ഉപ്പമാര് നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ ഇന്നനി അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് അള്ളാന്റെ മുന്നിൽ പോയിട്ട് പ്രതിജ്ഞ എടുക്കേണ്ട ആവശ്യം എന്താ? ഇസ്ലാമിക ആദർശത്തിന് എതിരായിട്ടൊരു സ്കൂളാകട്ടെ, കോളേജ് ആകട്ടെ, പഠന മേഖലയാകട്ടെ, ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള വേഷവിധാനങ്ങളാണെങ്കിൽ നമ്മൾ അതിന് പ്രോത്സാഹിപ്പിക്കരുത്. ഓരോ തള്ളമാർ ശ്രദ്ധിക്കേണ്ട വാക്കതാണ്, മാതാപിതാക്കളുടെ വാക്കതാണ്. അവരാണ് ചിന്തിക്കേണ്ടത്. ഇതെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു മീഡിയയിൽ കയറി ഒരു ചങ്ങാതി വിളിച്ചു പറഞ്ഞു വിവരമില്ലാത്തവന്മാര് കയറിയിരിക്കുന്നേ വിവരമില്ലാത്തവന്മാരാണ്. എന്നെ വിളിച്ചു പറഞ്ഞ ഇസ്ലാമിക നിയമം അനുസരിച്ച് 5 കാര്യങ്ങളുള്ള ഇസ്ലാം: ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇഖാമത്തുസ് സ്വലാത്തി, ഇതാഇ സക്കാത്ത്, സൗമു റമളാൻ, തഹജ്ജുൽ ബൈത്ത്. ഷഹാദത്ത് കലിമ ചൊല്ലുക, നിസ്കാരം നിലനിർത്തുക, നോമ്പ് പിടിക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക. ഇതിനകത്ത് തലമറയ്ക്കാനൊന്നും പറയുന്നില്ലല്ലോ. പിന്നെന്താ അത്ര നിർബന്ധം മുസ്ലിങ്ങൾക്ക്? പറയുന്നവന് വിവരമുണ്ടോ? അവൻ മുസ്ലിം അല്ലല്ലോ. ഇസ്ലാമിക ശരീഅത്ത് എന്താന്ന് അവനും എല്ലാം അറിയാവോ? ഇതിനകത്ത് മാർക്കം ചെയ്യണമെന്നില്ലല്ലോ. ഈ 5 കാര്യത്തിൽ മൂത്രം ഒഴിച്ച കഴിയണമെന്നില്ലല്ലോ, മദ്യപിച്ചൂടാന്നില്ലല്ലോ, പലിശ വാങ്ങിച്ചൂടാന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ജായിസാണോ? അതിലും മുസ്ലിം ഇരിപ്പുണ്ട്. മാഫി ഫായിദ. ഇവനെയൊക്കെ മുസ്ലിമായിട്ട് ഒരുത്തനെ അതിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. അവൻ എന്നാ ഇത് റദ്ദ് ചെയ്യാനും മറുപടി കൊടുക്കാനും അവനും വല്ല വിവരം ബോധമുണ്ടോ? ബോധവും പൊക്കണമില്ലാത്തവന്മാരല്ല ഇതിനകത്ത് കൊണ്ടുവച്ചിരുത്തിയിട്ട് ആവശ്യമില്ല പറയുമ്പം സമുദായം മൊത്തം പറയുന്നത് എന്താ? അത് പറഞ്ഞില്ലേ, ശരിയാണല്ലോ. ഒരു കാക്കരെന്ന് പറയാം, ശരി, 5 കാര്യത്തിൽ ഇതില്ലല്ലോ, തലമറയ്ക്കുന്നില്ലല്ലോ, പിന്നെ ഇതിന് നമ്മളിപ്പോൾ ഇത്ര പെണ്ണുങ്ങളുടെ മേളിൽ 5 കാര്യത്തിൽ പലിശ വാങ്ങിക്കുന്നുണ്ടോ? 5 കാര്യത്തിൽ മദ്യപിക്കുന്നുണ്ടോ? 5 കാര്യത്തിൽ ലോട്ടറി എടുക്കരുതെന്നുണ്ടോ? എന്താ ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താ ഇതിന്റെ ആദർശം? അതിനകത്തെല്ലാം വന്നു കഴിഞ്ഞില്ലേ? പ്രാഥമികമായി നിനക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന ടിക്കറ്റാണിത്, അംഗത്വമാണിത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അള്ളാന്റെ റസൂൽ അവന്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ ഈ 2 പേരും പറഞ്ഞതനുസരിച്ചുള്ള നിയമ പാഠവാലി അംഗീകരിച്ച് വേണം നീ ഇതിനകത്ത് പ്രവേശിക്കാൻ എന്നാണ് അതിനർത്ഥം. അങ്ങനെ വന്നവർക്കാണ് പിന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജല്ല ഇതിനകത്ത് വന്നിട്ടുണ്ടല്ല. ഒരു പാർട്ടിയിൽ ചേരുമ്പം പാർട്ടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പാർട്ടിയുടെ മുഴുവൻ നിബന്ധനകളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം.
അല്ലേ? ഇനി ഇടതുപക്ഷത്തിലോ വലതുപക്ഷത്തിലോ പോയി അംഗത്വം എടുത്തത് കൊണ്ട് ഞാൻ വലതുപക്ഷക്കാരനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇടതുപക്ഷവും വലതുപക്ഷവും എന്താണ് എന്നുള്ളത് പരിപൂർണമായി അവരുടെ ഒരു ബയലോ ഉണ്ട്, ആ ബയലോ പരിപൂർണമായി ഞാൻ അംഗീകരിക്കുന്നു എന്ന് എഴുതി ഒപ്പിടുകയാണ്. നിങ്ങൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ കുറെ പേപ്പർ കൊണ്ട് തരുമല്ലോ, ഒപ്പിട്ട് കൊടുക്കലല്ലേ ഉള്ളൂ നമ്മുടെ ജോലി, വായിക്കാറില്ലല്ലോ. എന്താ സംഭവം എന്ന് വല്ല അറിയോ? വീട് പിന്നെ പോകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. സാറേ ഞങ്ങളുടെ വീട് എടുക്കുമോ നിങ്ങൾ പറഞ്ഞു, അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഒപ്പിട്ട് തന്നല്ലേ. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ വാപ്പ നിൽക്കുമ്പോൾ കൊണ്ടൊരു മോളെ ഓപ്പറേഷൻ കെട്ടിയിരിക്കുന്നു, ഭാര്യ ഓപ്പറേഷൻ കെട്ടിട്ട് ഭർത്താവിൻ്റെ മുന്നിൽ വലിയൊരു കത്തുമായിട്ട് വരും. മലയാളം വായിക്കാൻ അറിയാത്ത ചങ്ങാതിയുടെ മുന്നിൽ 10 പേപ്പർ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ട് വന്നിട്ട് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ എന്താണ് അർത്ഥം? ഓപ്പറേഷൻ ചെയ്യാൻ? ഓക്കെ, അല്ല ഓപ്പറേഷൻ ചെയ്യാം, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാം, ചിലപ്പോൾ മരിച്ചു പോകാം, ഞങ്ങൾ ഉത്തരവാദികളാവുകയില്ല, പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം. അതാ ഒപ്പിടുന്നത്. നമ്മൾ അതേ നോക്കുള്ളൂ. മരിച്ചു കഴിയുമ്പോൾ അടി ഉണ്ടാക്കാൻ പറ്റൂല, നീ ഒപ്പിട്ട് സമ്മതിച്ചല്ലേ. ആദർശം എന്താന്ന് മനസ്സിലാക്ക്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആദർശം ആദ്യം പഠിക്ക്. ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അവന്റെ റസൂലാണ് നമ്മുടെ നേതാവ്, നമ്മുടെ ഗുരുഭൂതരാണ്, നമ്മുടെ അധ്യാപകനാണ്. ശരീഅത്ത് നമുക്ക് എന്താണെന്ന് പഠിപ്പിച്ച് വിശദീകരിച്ചെന്ന് നമ്മുടെ നേതാവും പ്രവാചകനും പ്രബോധകനും ഒക്കെയാണ്. ആ പ്രവാചകൻ പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഇസ്ലാമിൽ പ്രവേശനമുള്ളൂ. അതല്ലാതെ കയറി വന്നാൽ കേവലം ഒരു നാമധാരിയായിട്ട് കഴിഞ്ഞുകൂടാമെന്നുള്ളതല്ലാതെ അള്ളാഹു റസൂൽ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. ആ അള്ളാഹിന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെയും തീരുമാനമാണ്. ഒരു പെണ്ണിന്റെ വസ്ത്രം എന്താണെന്നുള്ളത് ഖുർആൻ പഠിപ്പിച്ച വാക്കാണ്. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ആ പെണ്ണിന്റെ വസ്ത്രം പരിപൂർണമായിട്ട് അത് അംഗീകരിക്കണം. ഖുർആൻ പഠിക്കാത്തവർക്ക്, അതിനെ നിഷേധിക്കുന്നവർക്ക് ഇസ്ലാമുമായിട്ട് പേരുകൊണ്ട് ബന്ധമുണ്ടെങ്കിലും അള്ളാഹിന്റെ അടുക്കൽ അവനൊരു ബന്ധം ഉണ്ടാവില്ല. അതാ മനസ്സിലാക്കേണ്ടത്. അതാണ് അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച ദീൻ എന്ന് പറയുന്നത്. അല്ല മീഡിയയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൂട്ടി ആൾക്കാരുടെ കയ്യടി വാങ്ങിയിട്ടൊന്നും വലിയ കാര്യമില്ല. ഇസ്ലാമിനെ ആർക്ക് താഴ്ത്തി പറയാൻ പറ്റുമോ ആളുകൾക്ക് ഭയങ്കര കയ്യടിയായിരിക്കും. ഭൂരിപക്ഷവും ശരീഅത്തിനെ എതിർക്കുന്നവരാണ് ഈ ലോകത്തുള്ളത്, ഭൂരിപക്ഷവും. ന്യൂനപക്ഷം മാത്രമാണ് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർ. പക്ഷെ അള്ളാഹ്ക്ക് അത് മതി, അള്ളാഹ് ഇഷ്ടപ്പെടുന്നതും അത് തന്നെയാണ്. നബിയെ, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നിങ്ങൾ സത്യവിശ്വാസികളെന്ന് നോക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അത് അള്ളാഹ് ആഗ്രഹിക്കുന്നുമില്ല. സത്യം പറഞ്ഞു കൊടുക്ക്, അതിനെ ഉൾക്കൊള്ളുന്നവൻ ഉൾക്കൊള്ളട്ടെ, നിഷേധിക്കുന്നവൻ നിഷേധിക്കട്ടെ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു തആല ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പൊ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന എന്ന് നമ്മൾ പരിപൂർണമായി പറയുമ്പോൾ, ദിക്ർ ചൊല്ലുന്ന സമയത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ മക്കളുടെ മാതാപിതാക്കൾ നല്ലപോലെ മനസ്സിലാക്കണം. എൻ്റെ മോളുടെ സംസ്കാരത്തിന് ചോദ്യമുണ്ടാവുന്ന, എൻ്റെ മകളുടെ നാണം, എൻ്റെ മകളുടെ ശരീര അവയവങ്ങൾ, എൻ്റെ മകളുടെ ഹയാ, ലജ്ജ, അതിന് കോട്ടമുണ്ടാകുന്ന ഒരു വസ്ത്രമാണ് ഈ സ്ഥാപനത്തിലുള്ളതെങ്കിൽ വാപ്പ തീരുമാനിക്കണം, എൻ്റെ മോളെ വിവസ്ത്രയാക്കി പഠിപ്പിക്കണോ, അർദ്ധനഗ്നയാക്കി പഠിപ്പിക്കണോ, ഇസ്ലാമിയ ശരീഅത്തിന് വിരുദ്ധമായി പഠിപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പള്ളി കമ്മിറ്റിയല്ല, പള്ളിയിലെ ഉസ്താദുമല്ല. അവൾക്ക് അന്നം കൊടുക്കുന്ന, അവൾക്ക് സംരക്ഷണം നൽകുന്ന അവളുടെ എല്ലാമായ മാതാപിതാക്കളാണ് അത് തീരുമാനിക്കേണ്ടത്. അല്ലാതെ മക്കളുടെ മേൽ കുറ്റമേറ്റെടുത്തിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ പറഞ്ഞു, അലാ ലാ യജ്നി ജാനിൻ ഇല്ലാ അലാ നഫ്സിഹി, ലാ യജ്നി ജാനിൻ അലാ വലദിഹി വലാ മൗലൂദുൻ അലാ വാലിദിഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ജനങ്ങളെ, നിങ്ങൾ അറിയണം, ലാ യജ്നി ജാനിൻ ഇല്ലാ അലാ നഫ്സിഹി. നമ്മൾ ഓരോരുത്തരും അവരവരുടെ നഫ്സിന് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയണം. അവരവർ വലാ യസിറു വാസിറത്തും വിസ്റ ഉഖ്റ വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. ഒരാളുടെ ചുമട് മറ്റൊരാൾ ഏറ്റെടുത്ത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ നാളെ വാദിച്ച്, ഇവിടെ വക്കീലന്മാര് വാദിച്ച് ഒരു കൊലപ്പുള്ളിയെ രക്ഷപ്പെടുത്തുന്നത് പോലെ ആഖിറത്തിൽ പോയി രക്ഷപ്പെടുത്താനൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല. അവനവൻ ചെയ്തതിന് അവനവൻ നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം. റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത വാക്കാണ്. എന്നിട്ട് റസൂൽ പ്രത്യേകം പറഞ്ഞു, വാപ്പ ചെയ്ത കുറ്റം വാപ്പ തന്നെ നാളെ ആഖിറത്തിൽ പറയണം. മക്കളെ, നിങ്ങൾ ചെയ്ത കുറ്റം നിങ്ങൾ തന്നെ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റെടുക്കേണ്ടി വരും. വാപ്പയുടെ കുറ്റം മക്കൾ ഏറ്റെടുക്കാൻ പറ്റൂല, മക്കളുടെ കുറ്റം വാപ്പായും ഏറ്റെടുക്കാൻ പറ്റൂല. റസൂലുള്ളാഹി കൈയൊഴിഞ്ഞ് ഇത് നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നിട്ടാണ്.
നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ നമുക്ക് നൽകിയ ഉപദേശമാണ്. ഇത് കിതാബിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല, ഈ ഇരിക്കുന്ന ഉമ്മത്തുകൾ മനസ്സിലാക്കാനുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രഭാഷണം? ഈ ഹദീസിൽ റസൂലുള്ളാഹി എഴുതി വെച്ചത് ആർക്ക് വേണ്ടിയിട്ട്? നമ്മൾ ചാപ്പാട് പഠിച്ച് തിന്ന് 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 ഇങ്ങനെ കൊഴുപ്പ് കയറി നമ്മൾ നടക്കാണ്. എന്ത് റസൂല്, എന്ത് പ്രഭാഷണം, എന്ത് ലോകം? മുസ്ലിം സമുദായത്തിന് അള്ളാഹു വലിയ നിഅമത്ത് കൊടുത്തു. നമ്മൾ എന്തിന് ക്രിസ്ത്യാനികളെ കുറ്റം പറയണം? അവരുടെ നിയമം അങ്ങനെയായിരിക്കും. സ്കൂളിൽ നമുക്ക് കഴിവുണ്ടല്ലോ ഒരു സ്ഥാപനം നടത്താൻ. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് എത്ര കഴിവുള്ളവർ? ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുത്ത് നോക്ക്, ലോകത്തിന്റെ കണക്കെടുത്ത് നോക്ക്, കേരളത്തിന്റെ കണക്കെടുത്ത് നോക്ക്. സാമ്പത്തികമായി പണം കൊണ്ട് അമ്മാനമാടുന്നവർ മിക്കതും ഒന്നാം പട്ടികയിൽ മുസ്ലിമീങ്ങളാണ്. എവിടെ സ്ഥാപനം? ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ? ഒരു ഇതേപോലെ സ്കൂളുകളുണ്ടോ? നമ്മൾ മഹല്ലുകാരാണ്. നമ്മുടെ മഹല്ലുകളിൽപ്പെട്ട 3, 4, 5, 6 മഹല്ലുകളും സിറ്റിയിലുള്ള 5, 6 മഹല്ലിലെ പ്രമുഖരെല്ലാവരും ചേർന്നിരുന്ന് ഒരു മേശയുടെ മുന്നിലിരുന്ന് ചർച്ച ചെയ്തിട്ട് ഇസ്ലാമിക സ്കൂൾ കൊണ്ടുവന്നിട്ട് ആ ഇസ്ലാമിക സ്കൂൾ അനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ അവരാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. പള്ളിയിലെ ഖത്തീബല്ല. പള്ളിയിലെ ഖത്തീബ് ഇന്ന് വരും, നാളെ പോകും. ഓരോ മഹല്ലുകാരും അത് തീരുമാനം. മുസ്ലിമിങ്ങൾക്ക് എന്താ കുറവ്? നിങ്ങൾ ബഡ്കലിൽ പോയി നോക്ക്, കർണാടകയിലെ ബഡ്കലിൽ പോയി നോക്ക്, 10,000-കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. മേൽവിശാറത്ത് പോയി നോക്ക്, തമിഴ്നാട്ടില് 10,000-കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇസ്ലാമിക ചൈതന്യത്തോടു കൂടി നിഖാബ് ഇട്ടിട്ട് മുഖം പോലും കാണാൻ പറ്റാതെ അവരൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും MBA-യും M.Tech-ഉം ഒക്കെ എടുത്തവരാണ്. ഒരു തലയിട്ടയുടെ പേരിലല്ല, അവരൊന്നും ആട്ടി ഓടിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ താമസിക്കുന്നവരാണ്. പരിപൂർണമായ ഇസ്ലാമിക സംസ്കാരം. ശനിയോ ഞായറോ ആ സ്കൂളിന് അവധിയില്ല. അവർക്കുള്ള അവധി വ്യാഴം, വെള്ളി. ഈ ജുമുഅ ദിവസം അവിടെ സ്കൂൾ അവധിയാണ്. ആരെതിർത്തു? എന്നിട്ട് എന്താ നടക്കുന്നില്ലേ? ഒരാണിനെ ഒരു പെണ്ണ് കാണൂല, ഒരു പെണ്ണിനെ ഒരു ആണ് കാണൂല. അങ്ങനെ ഒരു സ്കൂൾ സംവിധാനം പോയി പരിശോധിച്ചു നോക്കി. തൊട്ടടുത്ത സംസ്ഥാനം കർണാടക ബഡ്കലിൽ പോയി നോക്കി നിങ്ങൾ. നമ്മൾ പള്ളി കമ്മിറ്റിക്കാർ ചുമ്മാ അധികാരത്തിന് വേണ്ടി അടിയും വഴക്ക് ഉണ്ടാക്കി നമ്മുടെ ജീവിതം മുഴുവനും കളയുകയല്ലാതെ നമ്മുടെ സമുദായത്തിന്റെ പേരിൽ നമുക്ക് എന്താ ഉള്ളത്? കുറെ ഓഡിറ്റോറിയം ഉണ്ട്, കുറെ ചെമ്പുകൾ വാടകയ്ക്ക് എടുക്കും, കുറെ ടാർപ്പാളിൻ വാടകയ്ക്ക് എടുക്കും, കുറെ കസേര വാടകയ്ക്ക് എടുക്കും. എല്ലാ പള്ളികൾക്കുള്ള ഒരു വരുമാനം അതാണ്, കുറെ വരുമാനം. എന്നിട്ട് ഓരോരോ മാസങ്ങൾ വരുമ്പം ആ മാസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് 10 എമ്പ് ബിരിയാണി, 20 എമ്പ് ബിരിയാണി, 30 എമ്പ് ബിരിയാണി, 10-15 ലക്ഷം രൂപ തിന്ന് 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 ഇവൻ നശിപ്പിച്ചു കളഞ്ഞു. സമുദായം മൊത്തം പഴച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ തീറ്റി ഒടുക്കത്തിലും ഖിയാമത്ത് നാൾ വരെയും തീരൂല. 300-400 ചെമ്പ് വെച്ച് തള്ളുകയാണ്. സമുദായം മൊത്തം പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മക്കളെ ഒന്ന് നന്നാക്കി നല്ല നിലയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ഒരു സ്കൂൾ സംവിധാനം, ഒരു കോളേജ് സംവിധാനം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടോ? പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ കുറെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയിട്ട്, അവൻ കുറെ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ട് അവനും അവന്റെ കുടുംബത്തിനും തിന്നാവുന്നതല്ലാതെ സമുദായത്തിന് എന്താ ഗുണം നിന്റെ പണം കൊണ്ട്? 10 കോടീശ്വരന്മാരെ വിളിച്ച് ഒരു കസേരയുടെ മുന്നിൽ, ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ജമാഅത്തിന്റെ ഭാരവാഹികൾ അവരോട് സംസാരിക്കുക, എടുക്കടാ 10 കോടി രൂപ, നീ അതിന് പൈസ വാങ്ങിക്കോ, കോളേജ് നടത്ത്, സ്കൂൾ നടത്ത്, ഫീസ് വാങ്ങിക്കോ, ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കണ്ട, നീ വരുമാനം അതിലുണ്ടാക്കിക്കോ. എന്നാലും നമുക്ക് അന്തസ്സോടുകൂടി, ഇസ്സത്തോടുകൂടി, അഭിമാനത്തോടുകൂടി നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാമല്ലോ, പേടിക്കണ്ടല്ലോ, ധൈര്യമായിട്ട് പഠിപ്പിക്കാമല്ലോ. ആര് തയ്യാറുണ്ട്? എല്ലാം അവനവൻ്റെ കാര്യം. രാവിലെ പോവുക, കട ഉറക്കുക, ചാപ്പാടുണ്ടാക്കുക, കാശുണ്ടാക്കുക, വൈകിട്ട് വരിക, തിന്നുക, അവനവൻ്റെ മക്കളും എല്ലാം കൂടെ ചേർന്ന് അൽഫാമും ഷവായും അന്നുണ്ടാക്കിയത് മൊത്തം അടിച്ച് കയറ്റുക, തീർക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇത് തന്നെ. സമുദായം പിഴയ്ക്കുന്നതോ, അവൻ നശിച്ചു പോകുന്നതോ, പെണ്ണ് പിഴച്ചു പോകുന്നതോ, സമുദായത്തിനെ കരിവാരിത്തേക്കുന്നതോ, ഇതൊന്നും നമ്മുടെ മുന്നിൽ പ്രശ്നമല്ല, ഒന്നുമല്ല. എവിടെ കിടക്കുന്ന ഫലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി വലിയ ബാനറും പിടിച്ച് ഐക്യദാർഢ്യം എത്തി പത്രക്കാരൻ വരുമ്പോൾ തള്ളി ഫ്രണ്ടിൽ കയറി നിൽക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഐക്യദാർഢ്യത്തിന് ഫലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി വന്നവനാണ്. ഫ്രണ്ടിൽ കയറി നിൽക്കണം, തള്ളി കയറ്റിയിട്ട് ഫോട്ടോ എടുക്കാൻ ഫ്രണ്ടിൽ വന്നിക്കണം. അതിൻ്റെ പേര് കുത്തും തള്ളും. ഫ്രണ്ടിൽ നിർത്തിയില്ല, മോലാളിയെ ഫ്രണ്ടിൽ നിർത്തിയില്ല, ഇതിനു വേണ്ടി ഓർഗനൈസറിനെ ഫ്രണ്ടിൽ നിർത്തിയില്ല, ഇതിനാളിനെ ഫ്രണ്ടിൽ നിർത്തിയില്ല. ഐക്യദാർഢ്യ സമ്മേളനത്തിന്, കല്യാണത്തിന്, അടിച്ചുപൊളി കല്യാണം, ലക്ഷക്കണക്കിന് രൂപ ഭക്ഷണത്തിന് ചെലവാക്കുന്നു, എല്ലാം അവിടെ തള്ളുന്നു. ഓരോ കുപ്പി വെള്ളം വെറുതെ വേസ്റ്റാക്കി തള്ളിക്കളയാണ്. 500 മില്ലിയുടെ വെള്ളം കൊടുത്തിട്ട് ചുമ്മാ ഒരു 50 മില്ലി കുടിക്കും, ബാക്കി 450 കുപ്പത്തൊട്ടിയിലേക്ക് തള്ളിക്കളയാണ്. ഇതിനൊക്കെ ഈ പെണ്ണിന്റെ വാപ്പ നാൾ അള്ളാന്റെ മുന്നിൽ സമാധാനം പറയണ്ടേ?
സമാധാനം പറയണ്ടേ? ഈ ചോറ് എത്ര വേസ്റ്റ് ആക്കി കളയുന്നു സമാധാനം പറയണ്ടേ? നേർച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് വേസ്റ്റ് ആക്കി കളയുന്നു സമാധാനം പറയണ്ടേ? ഈ ബിരിയാണി മേടിച്ചോണ്ട് പോയിട്ട് പെഗ്ഗുമായിട്ട് കുടിക്കുന്നു സമാധാനം പറയണ്ടേ അള്ളാന്റെ അടുക്കൽ? ഇതാ റസൂലുള്ള ഹജ്ജത്തുൽ വിദാഇൽ പ്രസംഗിച്ചത്, ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഞാനും പ്രസംഗിച്ചു തരുന്നത്. അല്ല എനിക്ക് പ്രത്യേക വഹി വന്നിട്ടൊന്നും പറയല്ല. ഹൽ ബല്ലഗ്ത, കേട്ടല്ലോ എല്ലാവരും? റസൂലുള്ള ചോദിച്ച പോലെ ഞാനും ചോദിക്കാൻ. എങ്കിൽ കേട്ടവർ കേൾക്കാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതാ പറഞ്ഞു എന്നതിന്റെ അർത്ഥം. ശൈത്താൻ ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഇന്ന ശൈത്താന ഖദ് യഇസ അൻ യുഅബദ ഫീ ബലദികും ഹാദാ അബദാ. ഓർത്തോളി സഹാബത്തെ, ഇന്ന് ഈ സമയം ഈ പരിശുദ്ധമായ നാട്ടിൽ, ഈ പരിശുദ്ധമായ മണ്ണിൽ ശിർക്കിന്റെ ഒരംശം പോലുമില്ല. എല്ലാം ഞാൻ തുടച്ച് നീക്കിയിരിക്കുകയാണ്. ശൈത്താൻ അതുകൊണ്ട് നമ്മളോട് വലിയ വിരോധത്തിലാണ്. പിശാച് നമ്മളോട് വലിയ വിരോധത്തിലാണ്. പിശാചിന് നമ്മളെ ഒട്ടും ഇഷ്ടമല്ല. കാരണം നമ്മളെ ഈ ഉമ്മത്ത് മൊത്തം ശിർക്കിലേക്ക് പോകണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പക്ഷെ ശിർക്കിനെ പരിപൂർണമായി മണ്ണിൽ നിന്ന് ഞാൻ തുടച്ച് നീക്കി. ഇനി ഒരിക്കലും ഇവിടെ ശിർക്കുണ്ടാവൂല, ഈ മണ്ണിൽ ശിർക്കുണ്ടാവൂല, അത് ഞാൻ ഉറപ്പ് പറയാം. പക്ഷേ ശൈത്താൻ എന്തായിരിക്കും നിങ്ങളിൽ കാട്ടിക്കൂട്ടെന്നറിയോ? സതകൂന ലക്കും തഅത്തുൽ ലഹു ഫീമാ തഹ്തഖിറൂന ഫീ അഅമാലിക്കും ഫസയർളാ ബിഹി. ശിർക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങളെ കൊണ്ട് അവൻ ഈ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കിക്കും. അധികാരത്തിന്റെ പ്രശ്നം ഉണ്ടാക്കിക്കും. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമായി ചമഞ്ഞ ഇസ്ലാമിക പേരിലും ആ ഭാവനയിലും ആ വസ്ത്രത്തിലും നിന്നുകൊണ്ട് തന്നെ ശൈത്താൻ ഇഷ്ടപ്പെടുന്ന, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത, റസൂൽ ഇഷ്ടപ്പെടാത്ത പല പ്രവർത്തികളും അവൻ ഈ മണ്ണിൽ കൊണ്ടുവരും. ആദരവായ റസൂൽ തങ്ങൾ പറഞ്ഞതാണ്. ശരിയല്ലേ? റസൂൽ എല്ലായിടത്തും വന്നില്ലേ? വെള്ളം അടിക്കാൻ നേരത്തും ബിസ്മി പറഞ്ഞ് കുടിക്കും, ഇരുന്ന് കുടിക്കും. ബാറിൽ പോകുമ്പോഴും തൊപ്പിയിട്ടുകൊണ്ട് കുടിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് പോയി കുടിക്കും. സിനിമ തിയേറ്ററുകളെല്ലാം സജീവമാകും. പാട്ട് ഗാനമേളകൾ മുഴുവനും സജീവമാകും. ഇതൊന്നും ശിർക്ക് പറയാൻ പറ്റൂല. ശിർക്ക് നമ്മൾ അള്ളാഹു അല്ലാത്തവനെ ആരാധിക്കലാണ്. അതിവിടെ നിന്ന് ഞാൻ തുടച്ചു നീക്കി. പക്ഷെ ശിർക്കല്ലാതെ നിങ്ങൾ ചെറുതായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് പിശാചിന് വലിയ കാര്യമാണ്. അവൻ അത് വലിയതായിട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഈ നാടിനെ അവൻ നശിപ്പിക്കും. അതാണ് ഫസയർളാ ബിഹി. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമായി തുടർന്നില്ലേ? സിനിമാ തിയേറ്ററുകളായില്ലേ? ചിന്തിച്ചു നോക്കി. പെൺമക്കൾ, പെൺകുട്ടികളുടെ വേഷവിധാനങ്ങളൊക്കെ മാറിയില്ലേ? നിസ്കാരത്തിന്റെ നിർബന്ധത എടുത്ത് കളഞ്ഞില്ലേ? സ്വമേധ എവിടെ വേണേലും മദ്യപിക്കാനുള്ള സാഹചര്യം അറബ് ലോകങ്ങളിൽ വന്നില്ലേ? ഒരാണും ഒരു പെണ്ണും ചേർന്ന് പരസ്യമായിട്ട് കൈ കൊടുക്കാമെന്നുള്ളൊരു നിയമം പാസ്സായില്ലേ? ആർക്കെങ്കിലും എതിർക്കാൻ പറ്റിയോ? എതിർക്കുന്നവൻ ആരായി? അള്ളാഹുവിൽ ഏറ്റവും അടുത്ത് വിശ്വസിക്കുന്നവനായി. അവനെ തുറങ്കൽ അടയ്ക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ പ്രസംഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് തരുന്നത്. ശൈത്താനിന് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ നിങ്ങൾ ഇവിടെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞത്. فبكى عمر اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ആയത്തിറങ്ങിയപ്പോൾ കരഞ്ഞു. ഉമർ, മാ യുബ്കിക യാ ഉമർ, ഇതിനെ നീ കരയുന്നു? അബ്കാനി ഇന്നാ കുന്നാ ഫീ സിയാദത്തിൻ മിൻ ദീനിനാ ഫഇദാ കമുല ലം യൻഖുസ് ശൈഉൻ ഖത്തു ഇല്ലാ നഖസ. നബിയെ, ഞങ്ങൾക്ക് ദിവസം തോറും ദീനിൽ ഓരോ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഓരോരോ നിയമങ്ങൾ ഇങ്ങനെ കൂടി കാണുമ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഇന്നതോടുകൂടി തീർന്നതു. ഇനി ദീനിൽ ഇങ്ങനെ കൂടുതലൊന്നും വരാനില്ല, ഇനിയൊന്നും കേൾക്കാനുമില്ല. ഇനി ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ ദീനിലുള്ള വിഷയങ്ങൾ കുറഞ്ഞു പോകുമോ? ഇതാണ് എൻ്റെ പ്രശ്നം. ശരിയാ? ഇപ്പൊ ദീനിലെ വിഷയം മൊത്തം കുറഞ്ഞില്ലേ? തലയെ തട്ടവിടുന്നതിന് പ്രശ്നം ഇല്ലാതായി. നമ്മുടെ കൗമ പറയാണ് പ്രശ്നമില്ലാന്ന്. നമ്മുടെ കൗമ പറയുന്നു പ്രശ്നമില്ലാന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത്? ഉസ്താമാർക്ക് സംസാരിക്കാൻ പറ്റുമോ? ആലിമീങ്ങളെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആ പെണ്ണിന്റെ തന്തയ്ക്ക് കുഴപ്പമില്ലല്ലോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? പ്രസംഗിക്കുന്നത് നമ്മൾ എന്ത് പറയും?
അതാണ് ശരീഅത്ത് പഠിക്കണമെന്ന് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ? പരിശുദ്ധമായ ദീനിൽ ഓരോ ആയത്തുകൾ വരുമ്പോൾ, ദീനിന്റെ നിയമങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഇപ്പൊ ഇതാ എല്ലാം കുറഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നബിയെ. അതാ ഞാൻ കരഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ, അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് തരട്ടെ. ഇനിയെങ്കിലും ചിന്തിക്കണം ജമാഅത്ത് ഭാരവാഹികളെ. എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന പല പള്ളികളിൽ നിന്നുള്ള ജമാഅത്ത് ഭാരവാഹികൾ കാണും ജുമാക്ക് വരുന്നത്. നിങ്ങളൊക്കെ ഒരു തീരുമാനം എടുക്കണം. നാളെ വല്ലാഹി സത്യം നിങ്ങളോടൊക്കെ ചോദ്യം ഉണ്ടാവും. ഈ മക്കൾ പിഴച്ചുപോയാൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം കമ്മിറ്റി ഭാരവാഹികളോടായിരിക്കും, യാതൊരു സംശയമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹല്ലുകളിൽ നമ്മൾ ഇങ്ങനെ സ്കൂൾ നടത്ത്, ഒരു കോളേജ് നടത്ത്, ഒരു ഹോസ്പിറ്റൽ നടത്ത്, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ മേഖലകളും തുറന്നു കൊടുക്കുക. സമ്പന്നന്മാരെ വിളിച്ചുകൂട്ടി ഇഷ്ടം പോലെ ദുബായിലും അമേരിക്കയിലും UK-യിലും ലണ്ടനിലും ഒക്കെ പണം വാരിയിട്ട് അവിടെ വലിയ ബിസിനസ് നടത്തി അവിടെ വലിയ സാമ്രാജ്യം കെട്ടിപ്പൊക്കെയാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ ഒരു മനുഷ്യൻ 2 റൊട്ടിക്ക് വേണ്ടിയിട്ടാണ്. അവൻ്റെ വയറ് നിറയണമെന്ന് ഉറങ്ങണം, ഇത്രയേ ഉള്ളൂ. 2 റൊട്ടി തിന്നണം. കോടാനുകോടികൾ ഉണ്ടാക്കിയാലും 3 ചപ്പാത്തി കൂടുതൽ ഒരുത്തനെ കൊണ്ട് തിന്നാൻ പറ്റൂല, 2 ചായ കൂടുതൽ കുടിക്കാൻ പറ്റൂല, അത്രയേ ഉള്ളൂ. ഒരു 200 ഗ്രാം ബിരിയാണി കഴിക്കാം, മട്ടൻ ബിരിയാണി, അതിന് അപ്പുറത്ത് തിന്നാൻ പറ്റൂല അവനെ കൊണ്ട്. 2 ലിറ്റർ വെള്ളം കുടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ കോടാനുകോടികൾ സമ്പത്തുകൾ മൊത്തം നമ്മൾ വാരിക്കൂറിയിട്ടിരിക്കുന്നത്. ഉമ്മത്തിന് പ്രയോജനപ്പെടുത്ത്, സമുദായത്തിന് പ്രയോജനപ്പെടുത്ത്. നമ്മുടെ മക്കൾ പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള വിവരമുള്ള കഴിവുള്ള മുസ്ലിം കുടുംബത്തിലെ മക്കളുണ്ട്. ആ മക്കളെയൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിക്ക്, ഡോക്ടറാക്ക്, എഞ്ചിനീയറാക്ക്, MB ആക്ക്, MTech ആക്ക്, വിദ്യാഭ്യാസ വിചക്ഷണയാക്കി മാറ്റ്, കഴിവുള്ളവരാക്കി മാറ്റ്, ദീനീ ബോധത്തോടു കൂടി. അപ്പൊ ധൈര്യമായിട്ട് വരാമല്ലോ. അൽഹംദുലില്ലാ, തല മറച്ചു വരാം, നിഖാബ് ഇട്ട് വരാം, അവിടെ 5 വഖ്ത് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അൽഹംദുലില്ലാ, ബിസ്മി പറഞ്ഞ് ഭക്ഷണം കഴിക്കാം, ഫാത്തിഹ ഓതി തുടങ്ങാം. എന്താ കുഴപ്പം? പഠിച്ചോ. ഗവൺമെന്റ് ഒന്നും എതിരൊന്നുമല്ല, ഒരിക്കലും ഗവൺമെന്റ് എതിരല്ല. ഗവൺമെന്റിനെ നമ്മൾ കുറ്റം പറയരുത്, നമ്മളെ തന്നെ കുറ്റം പറയണം. സമുദായം ഉണരണം, എനിക്കതാ പറയാനുള്ളത്. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല. ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് നിങ്ങളെ ഉണർത്താനേ കഴിയുള്ളൂ. സാമ്പത്തിക സ്രോതസ്സുള്ള നിങ്ങൾ പൈസ കടം വാങ്ങിയിട്ട് നിങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങ്. ചുമ്മാ ബിരിയാണി ചെമ്പ് മാത്രം കൂട്ടാതെ, ബിരിയാണി ചെമ്പും കസേരയും ടാർപ്പായും മാത്രം വാടകയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കലാണ് നമ്മുടെ ജോലി. വലിയ വലിയ സ്ഥാപനങ്ങൾ മൊത്തം ക്രിസ്ത്യാനികളാണ് അടക്കി പിടിച്ചിരിക്കുന്നത്. ഏത് ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു പെണ്ണിനെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും അച്ചായൻ്റെ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം. അവർ കുരിശ് വരച്ചിട്ടായിരിക്കും അവർ ഓപ്പറേഷൻ ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വയറ്റിൽ കത്തി വെച്ച് ഓപ്പറേഷൻ ചെയ്യാൻ ഒരു മുസ്ലിം പെണ്ണിനെ വാർത്തെടുക്കേണ്ട നമ്മൾ. നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ മറ്റുള്ള മതക്കാരുടെ മുന്നിൽ കൊണ്ടുപോയി തുറന്നു കൊടുക്കണം. അവരുടെ ഗുഹ്യ ഭാഗങ്ങളിൽ വിരലിട്ടുകൊണ്ട് അവർ വേണ്ടതുപോലെ ചികിത്സിക്കും. ഒരു മുസ്ലിം പെണ്ണിന്റെ മുന്നിൽ കൊണ്ടുപോയി എൻ്റെ മോളെ കൊണ്ടുപോയി നിർത്താനും ആ പെണ്ണിനെ ചികിത്സിക്കാനുമുള്ള ഒരു പെണ്ണായ ഒരു ഗൈനക്കോളജി ഡോക്ടറിനെ പ്രാപ്തയാക്കണ്ടേ? ആരുടെ ബാധ്യതയാ? നമ്മുടെ ബാധ്യതയാണത്, നമ്മുടെ ഉത്തരവാദിത്തമാണത്. നമ്മൾ ഉറക്കം നടിക്കുകയാണ്. പണം വെച്ച് ഇങ്ങനെ വാരി കൂട്ടിയിട്ടിട്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങണം. അപ്പൊ ഇതുപോലുള്ള ഒരു സിസ്റ്റർമാരും തലവെക്കൂല. ഇൻഷാ അല്ലാ തീരുമാനം എടുക്ക്, എല്ലാവരും ഒരു തീരുമാനം എടുക്ക്. അതല്ലാതെ കണ്ട് വേറെ വഴികളൊന്നുമില്ല. നമ്മൾ ഈ കടന്ന് പ്രസംഗിച്ച്, ഞാൻ ഇതുകൊണ്ടാണ് ഈ പൊതുവിഷയങ്ങളൊന്നും പ്രസംഗിക്കാത്തത്. എന്ത് കാര്യമില്ല, എന്ത് കാര്യം? ഫായിദയില്ല. ഇതൊക്കെ ചുമ്മാ വെറുതെ ഇവിടെ കിടന്ന് പ്രസംഗിച്ചിട്ട് എന്ന് നിസ്കരിക്കാൻ വരുന്ന ചങ്ങാതിമാർ കേട്ട് എന്താ കാര്യം? ഇതൊക്കെ ഇതിനു വേണ്ടി ഒരു പ്രോത്സാഹനം ചെയ്യും. ഞങ്ങൾ ആലിമ്യങ്ങൾ ഇന്ന് രാവിലെ കൂടിയിരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച ഓരോ മഹല്ലുകളിലും ഇത് പറയും, ഓരോ ജുമാക്കും ഇത് പറയും, ഓരോ കമ്മിറ്റിക്കാരൊരു തീരുമാനം എടുക്കട്ടെ. നമ്മൾ ഒരു കമ്മിറ്റി വേണ്ട, ഒരു ജമാഅത്തിന് മണക്കാട് അടുത്ത പരിസരങ്ങളിലെ വലിയ വലിയ ജമാഅത്തുകളെ വിളിച്ചു കൂട്ട്. അപ്പം ആ നാട്ടിലുള്ള കുട്ടികളും നമ്മുടെ സ്കൂളിൽ വരും. എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു സ്കൂളാക്ക്, പഠിക്കട്ടെ. അപ്പം ഈ 5-6 മഹലിലത്തെ കുട്ടികൾ സ്കൂളിൽ വരുമ്പം 10,000-2000 കുട്ടികളാവില്ലേ? പോരെ, വരുമാനം കിട്ടും. ഫ്രീ ആയിട്ട് വേണ്ട, ഫുലൂസ് കിട്ടും. ഫുലൂസ് ഈ പൈസ എന്നവർക്ക് ഓഹരിച്ചു കൊടു. അപ്പം സാമ്പത്തികമായിട്ട് അവർക്ക് ഞാമത്വം ഉണ്ടാവും. പണിയെടുക്ക് ഇൻഷാ അല്ലാ. അപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ല വെറുതെ നമ്മൾ കിടന്ന് കുറയ്ക്കാന്നല്ലാതെ ഹബീബെ നമുക്ക് അനുകൂലമായിട്ട് ഒരു കൗമും ഇറങ്ങൂല എന്നുള്ളത് എഴുതി വെച്ചോളി ഇൻഷാ അല്ലാ. ഫലസ്തീൻ്റെ മക്കൾ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കൊടുക്കാതെ തൊട്ടപ്പുറത്ത് ഭക്ഷണം കിടക്കുന്നു, അതുപോലും കൊടുക്കാതെ കുഞ്ഞുമക്കളെ കൊന്നിട്ട് ഖമാന്നൊരക്ഷരം മിണ്ടാൻ കഴിവില്ലാത്ത എത്രയോ പേരാ നമ്മുടെ മുന്നിലുള്ളത്. വെള്ളം കൊറ, അവനെ വെള്ളം കൊടുത്തിട്ട് കൊല്ലടാ, അതുപോലും പറയാൻ പോലും കഴിവില്ലാത്ത അറബികളായി പോയി നമ്മുടെ മുന്നിലുള്ളത്. ഇനി നമുക്കെതിരെ എന്തെങ്കിലും വിഷയം വന്നാൽ ആരെങ്കിലും സഹായിക്കുമെന്നോ നമുക്ക് വേണ്ടി വിരൽ ചൂണ്ടുമെന്നോ പ്രതീക്ഷിക്കേ വേണ്ട. ഉഫവ്വിളു അംരി ഇലല്ലാ. ഊപ്പർ വാലായ മുറുകെ പിടിച്ച എല്ലാ കാര്യം നടക്കും. റളിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം റസൂല. ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗം കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ യൗമുൻ നഹർ 10-ന്റെ അന്ന് അടുത്ത പ്രഭാഷണം. ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ള ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ പ്രസംഗം നടത്തിക്കൊണ്ടേയിരിക്കും.
അപ്പം അടുത്തത് ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് അടുത്ത ദുൽ ഹജ്ജ് അഷർ 10-ൻ്റെ അന്ന് അടുത്ത പ്രഭാഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ ഗൗരവമേറിയതും വികാരമായുമായ പ്രസംഗം റസൂൽ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത ജുമാക്ക്, അടുത്ത 2 ജുമ, ഞാൻ ഒരു ഉംറയ്ക്ക് പോകാൻ 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ ഇൻഷാ അള്ളാ. എല്ലാവരും ദുആ ചെയ്യ്. മലപ്പുറത്ത് വെച്ച്